പക്ഷേ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മളുടെ സൊസൈറ്റിയിലേക്കൊരു റോങ് മെസ്സേജ് പോയിട്ടുണ്ട്. അതായത് ഈ ബ്രെയിൻ ഡെത്തിനെ പറ്റിയുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ആരാണ് മസ്തിഷ്ക മരണത്തിന് വിധേയരാകുന്നവർ, ഈ മസ്തിഷ്ക മരണം എങ്ങനെ സ്ഥിരീകരിക്കും, എങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ചില വ്യക്തികൾ സമൂഹത്തിലേക്ക് അനാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ബ്രെയിൻ ഡെത്ത് ആകുന്ന യുവാക്കളാണ്. അവർ ബ്രെയിൻ ഡെത്ത് അല്ലാതെ തന്നെ ഡോക്ടർമാർ ബ്രെയിൻ ഡെത്തായിട്ട് സർട്ടിഫൈ ചെയ്ത് അവയവം എടുക്കുന്നു ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ് ഓർ ഫോർ മണി മേക്കിംഗ് എന്നുള്ളൊരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് സ്ട്രോങ് ആയിട്ട് കൊടുത്ത കുറേ സംഭവങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ സിനിമാ മാധ്യമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളുടെ ഓർഗൻ ഡൊണേഷനെ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിക്കാർ ആർട്ടിഫിഷ്യലായിട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓർഗൻ മോഷ്ടിക്കുന്നതായിട്ടുള്ള കഥകൾ. പിന്നെ ചില ഫിലിം സെലിബ്രിറ്റീസ് അവയവദാനം ഒരു കളിപ്പീരാണെന്നുള്ള മട്ടിലുള്ള മെസ്സേജസ്. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായത് ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 1-2 ഡോക്ടർമാർ അവയവദാനത്തിനെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനത്തെ ഉള്ള ഒത്തിരി തെറ്റിദ്ധാരണജനകമായിട്ടുള്ള മാധ്യമങ്ങളോടെ വന്നതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ അവയവദാനം ഇപ്പോൾ വളരെ കുറവാണ്.